ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ 2 ആഴ്ചയിലേറെയായി കേട്ടോ, പനിയൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു. ഇന്നാണ് തലയൊക്കെ നനച്ച് കുളിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആവാറായി. നല്ല തണുത്ത കാറ്റ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു മഴ കിട്ടും. പകലൊക്കെ നല്ല വെയിൽ കേട്ടോ, പൊള്ളണ വെയിൽ എന്ന് പറയാം, അത്രയും നല്ല വെയിൽ. വൈകുന്നേരം ആകുമ്പോൾ സമയത്ത് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നോക്കി ഏകദേശം ഇങ്ങനെയായി. വഴുതിനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അങ്ങനെ ആവശ്യമുണ്ടാവണത്. നന്നായിട്ട് പൂവും കായ്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉപ്പേരികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതുണ്ട്, ഇവിടെയൊക്കെ കായ്കൾ നിൽക്കുന്നുണ്ട്, നിറയെ പൂവും കായ്കളൊക്കെ. അപ്പോൾ വഴുതിനിയ ഒരു പ്രാവശ്യം മാത്രം വിളവിൽ നമുക്ക് ഇല്ല കേട്ടോ, അതിനും കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. വഴുതിനിയ കൊണ്ട് അതുണ്ട്. പക്ഷെ മുളകാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് പോയത് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കപ്പല മുളകിൻ്റെ നമ്മൾ കുരുവായത് കൊണ്ട് തന്നെ അത് അധികം ഒന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല പച്ചമുളകുടെ തൈ അല്ലായിരുന്നു അത് കാരണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെണ്ടുമല്ലി കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ടകില്ല മേള അടുത്ത മാസമൊക്കെ ആവുമോ? ഇതിലൊക്കെ ഇങ്ങനെ ഒരേ മുട്ടകളിട്ടുണ്ട്. ഓണാവുമ്പോഴേക്കാവും വിചാരിക്കണു ലമ്മു. അതേ ഇല പിടിച്ചിടേണ്ടി വരുമോ? അയ്യോ, പൊട്ടിക്കില്ലേ, വിരിഞ്ഞോട്ടേത് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയുടെ. ഇവിടെയൊക്കെ നോക്കി നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഇതിൽ വഴുതനങ്ങയിലാണ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് അത്ര കുഴപ്പമില്ലാണ്ട് കിട്ടി, എന്നാലും അതിനെ പോലെ തന്നെ രണ്ടാമത്തേലും വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പൊടിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഉള്ളതാണ് സംഭവങ്ങളാണ്. മുളക് മാത്രമാണ് പോയത്. ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇരുന്നാൽ പോരാ, നമുക്ക് പോയിട്ടൊരു കട്ടൻ ചായ വെച്ച് കുടിക്കുകയും വേണം. അതിനോടൊപ്പം നമുക്കൊരു ബജ്ജി ഉണ്ടാക്കിയല്ലോ. നമുക്ക് ബീച്ചിലൊക്കെ മാത്രം കിട്ടുന്ന നമ്മുടെ മുളക് ബജ്ജി ഉണ്ടല്ലോ. ഞാൻ ബീച്ചിൽ പോയിട്ടില്ല കേട്ടോ. പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. ഇവിടത്തുള്ള അങ്ങനെ ബീച്ചിലൊന്നും ഇതേവരെ പോയിട്ടില്ല, എൻ്റെ കുട്ടികളും പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ബീച്ചിൽ മാത്രം നമ്മൾ കണ്ടിരിക്കണ്ടാവും ഇങ്ങനെ മുളക് ബജ്ജികൾ ഇങ്ങനെ തൂക്കി നിൽക്കണുണ്ടാവും. അപ്പോൾ കടയിൽ നല്ല മുളക് കിട്ടിയപ്പോൾ ചേട്ടൻ നല്ല ബജ്ജിക്കുള്ള മുളക് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് ഓരോ ബജ്ജിയും കട്ടൻ ചായയും വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുളക് കേട്ടോ, ബജ്ജി മുളക്. ഇത് കുറച്ചും കൂടി ചെറിയ സൈസാണ് കേട്ടോ. അതിനേക്കാളും വലുതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്ര വലുത് വേണ്ട, നമ്മുടെ പാത്രത്തിന് കൊള്ളുന്നത് വേണ്ട മേടിക്കാൻ. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകവും പിന്നെ കുറച്ച് കായും കൂടി ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുക്കളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരു ഞാൻ കളയുന്നുണ്ട് കേട്ടോ. ഇത് കളയണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ കളയുമെന്ന്, പക്ഷെ ഞാനത് കളയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ കടകളിൽ അങ്ങനെയല്ല തോന്നുന്നു. എന്താ കഴിച്ച ഓർമ്മ കാണാല്ലേ, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കഴിച്ചിട്ട്. അപ്പം അതിൻ്റെ കഴിച്ച ഓർമ്മ എന്താ അറിയണില്ല. ഞാൻ എന്തായാലും കുരു കളയുന്നുണ്ട്. ഇതുപോലെ വയറുവേനയാണ്, ഇതിൽ വരണ്ടല്ലോ. ഇത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഓരോ മുളക് ഇങ്ങനെ മുക്കിയിട്ടിടാം. 2 ഇടാം. അപ്പോൾ ഇത് 2 ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. 3ാമത്തെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതുപോലെയുള്ള ബജ്ജി ആവില്ല നമ്മളുണ്ടാക്കണത്. നമ്മളുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, പൊങ്ങാനും പിടിക്കാനും സോഫ്റ്റ് ആവാനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അത് പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കത് മതി അല്ലേ, ഭംഗിയൊന്നും ഇല്ല, ടേസ്റ്റ് മതി. 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു 5 മുളകേ ഉള്ളൂ കേട്ടോ. 5 മുളക്. അപ്പോൾ അതിൻ്റെ മാവ് നമുക്ക് കുറച്ചുകൂടി ബാക്കി വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ചെറിയൊരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു
ഉള്ളിവടയില്ലേ അങ്ങനെ കുറച്ച് കുറച്ച്. അപ്പോൾ ആ മാവ് നമുക്ക് കളയും വേണ്ട, ചായക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ബാക്കിയുള്ള മാവ് കൊണ്ടുള്ള ഒരു തട്ടിക്കൂടാണ് കേട്ടോ. സവാളേനെ കറപറാന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപ്പോൾ ദേ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയുണ്ട്, പിന്നെ നമ്മുടെ മുളക് ബജ്ജി കേട്ടോ. അപ്പോൾ ദേ ഉള്ളി ബജ്ജി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഉള്ളിക്ക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ആ പൊടികളെല്ലാം കൂടി ഇടുമ്പോണ്ടല്ലോ, ആ ബാലൻസ് മാവിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ക്രിസ്പി ആയിട്ടോ ആണോ, കൊടുമുളകും നല്ല ചൂട് ചായ കേട്ടോ. ഈ പനി മാറിയതിന് ശേഷം ഉണ്ടല്ലോ ചൂടോടെ അങ്ങനെ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ പനി ഉള്ളപ്പോൾ തന്നെ ഈ ചൂട് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഇത്. അപ്പോൾ ചായ ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ട് ഒരു ഇഷ്ടം വന്നു പോയി. സൂപ്പർ. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്ര കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.